രാത്രിയും പകലും നമ്മെ ഒരുപോലെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ അഥവാ ഉറക്കത്തിൽ ഉണ്ടാകുന്ന ശ്വാസതടസ്സം. എന്താണ് ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ? നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ മൂക്ക് മുതൽ സ്വരപേടകം വരെയുള്ള ശ്വാസനാളത്തിന്റെ ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ പല ഭാഗത്തോ തടസ്സം ഉണ്ടാവുകയും അതുമൂലം വേണ്ട രീതിയിൽ ശ്വാസം കിട്ടാതിരിക്കുകയും നമ്മുടെ തലച്ചോറിന് വേണ്ട ഓക്സിജൻ ലെവൽ കിട്ടാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ. എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ? നമുക്ക് ഇതിന്റെ ലക്ഷണങ്ങൾ രണ്ടായിട്ട് തരംതിരിക്കാം. രാത്രി ഉണ്ടാകുന്ന ലക്ഷണങ്ങളും പകൽ ഉണ്ടാകുന്ന ലക്ഷണം. ഈ രാത്രി ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ പേഷ്യന്റിനെക്കാട്ടി കൂടുതൽ അവരുടെ ബെഡ് പാർട്ട്ണർക്ക് അല്ലെങ്കിൽ രാത്രി കൂടെ ഉറങ്ങുന്ന പങ്കാളിക്കായിരിക്കും പറയാൻ സാധിക്കുക. അതിൽ പ്രധാനമായും ഉണ്ടാവുന്നതാണ് കൂർക്കം വലി. അമിതമായ കൂർക്കം വലിച്ച് പെട്ടെന്ന് ശ്വാസം തടസ്സം ഉണ്ടാവുക, ചോക്കിംഗ് സെൻസേഷൻ ഉണ്ടാവുക, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക, പല്ല് കടിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഉണർന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയുള്ള ഒരാൾക്ക് രാത്രി ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. ഉറക്കം ഉണർന്നാലോ ക്ഷീണം, തലവേദന, ഉന്മേഷമില്ലായ്മ, ഒന്നിനോടും ഒരു കോൺസെൻട്രേഷൻ ഇല്ലാത്ത പോലെ തോന്നുക, നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ ഉറങ്ങിപ്പോവുക, അതുപോലെ ഒന്നിനോടൊരു താല്പര്യമില്ലായ്മ, ഇതൊക്കെ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയുള്ള ഒരാൾക്ക് പകലുണ്ടാവുന്ന ലക്ഷണങ്ങളാണ്. ഇനി നിങ്ങൾക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണിക്കുകയും അതിന്റെ ഫർദർ ഇവാലുവേഷനായി സ്ലീപ്പ് സ്റ്റഡി അഥവാ നിദ്രാ പഠനം ചെയ്യുകയും അതുവഴി അതിന്റെ സിവിയറിറ്റി മനസ്സിലാക്കി അതിന്റെ തുടർ ചികിത്സ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്.